ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ പോയി ബസ്സൊക്കെ ഇടാം. ആ റൂട്ട് മൊത്തം ഇതിൽ ഇങ്ങനെ എഴുതി കാണിക്കണം. കൈ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഓപ്പൺ ആയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഈ സാധനം. സ്വിച്ച് ഇട്ട പോലെ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത്. നല്ല വെയിൽ കണ്ടുകൊണ്ട് ചെറിയൊരു കോട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയത്, പക്ഷെ നല്ല തണുപ്പാണ്. ഇവിടെ ഇങ്ങനെ ടൈം എഴുതി കാണിക്കും കേട്ടോ. 2 ബസ് വരും. അതിൻ്റെ അകത്ത് ഒരു ബസ്, എൻ്റെ ബസ് 5 മിനിറ്റ് കഴിയുമ്പോൾ വരും. വേറൊരു ബസ്സാണ് 20 മിനിറ്റ് 25 മിനിറ്റ് എന്ന് കാണിച്ചത്. അതുകൂടാതെ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും ഇതിക്കടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. ആ റൂട്ട് മൊത്തം ഇതിക്കടെ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. നമുക്കത് നോക്കിയിട്ട് ആ റൂട്ടിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. എവിടെയാണ് കയറുന്ന സ്ഥലം, ഇറങ്ങുന്ന സ്ഥലങ്ങൾ, ഓരോ മെയിൻ സ്റ്റോപ്പുകൾ ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കും. കാരണം സമ്മറിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ റോഡുകളും ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്ലമ്മായി താഴെ കിടക്കുന്നുണ്ടോ, വൈൽഡ് പ്ലം ആണ് കേട്ടോ ഇതൊക്കെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. നല്ല കാറ്റാണ്. കാണുന്ന ബോർഡിൽ നമുക്ക് എത്ര മണിയാകുമ്പോഴത്തേക്കും ട്രെയിൻ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കും. മണിയല്ല, മിനിറ്റുകളൊക്കെ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തും തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും കേട്ടോ. അവിടെ കാണുന്നില്ല മഞ്ഞ, അതേ അവിടെ കാണുന്ന മഞ്ഞ, അതൊക്കെ ബസ് സ്റ്റോപ്പാണ്. ഇപ്പം എൻ്റെ ട്രെയിൻ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വരും കേട്ടോ. ഇവിടുത്തെ ട്രെയിനിലൊക്കെ വലിയ ആൾക്കാരൊന്നും കാണാറേ ഇല്ലേ. ഇങ്ങനെ എംറ്റി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ നമ്മളത് ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒരു സെൻസറുണ്ട്. നമ്മൾ കൈ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഓപ്പൺ ആയിട്ട് വരും. എല്ലാം എഴുതി നമുക്ക് ഏതൊക്കെ സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. ആ സ്റ്റോപ്പിൽ വരുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് ഇതുപോലെ എഴുതി കാണിക്കും. ട്രെയിനിൻ്റെ പുറത്തേക്കടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരത്തെ എന്ന് പറയുമ്പോൾ ഫുള്ള് മഞ്ഞ് വീണ് ഇതിൽ കൂടെ ഒക്കെ നല്ല വെള്ള കളറായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ മൊത്തം മരത്തിൻ്റെ ഇലകളെല്ലാം പോയി ഫുള്ള് കിളിക്കൂടൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം ഫുള്ള് ഇലകളൊക്കെ ആയി, ഫുള്ള് ബെറീസ് ചെറീസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ കാണാൻ വേറെ ഒരു ഫീലും വൈബുമാണ് കേട്ടോ കിട്ടുക. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരിക്കും ബസ് സ്റ്റോപ്പുകൾ. ഇത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും. ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയി ബസ്സൊക്കെ കയറാം. ഇത് ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോകുന്ന വഴികളാണ്. ഇതിൽ മൊത്തം ഇങ്ങനെ സൈക്കിൾ നിർത്തിയിട്ടേക്കുമായിരിക്കും ഇപ്പോഴും. സൈക്കിളൊക്കെ ഇത് നമുക്ക് റെൻറ്റിന് സൈക്കിൾ എടുത്ത് ഓടിക്കാൻ വേണ്ടി കണ്ടോ. ഒരു റൈഡിന് ലെസ് ദാൻ 10 crores എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന സൈക്കിളാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ സമയം 8:20 ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 9:30 ആകുമ്പോഴത്തേക്കെങ്കിലും ഇരുട്ടാവുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ 10:30 ആയാലും ഇരുട്ടാവത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ ചില വീടുകളിൽ കൂടെയൊക്കെ ബോട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരതെല്ലാം എടുത്തുകൊണ്ട് സമ്മർ വെക്കേഷനും എല്ലാം പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബോട്ടുകളൊന്നും കാണുന്നില്ല. ഇനി കുറച്ച് നാളുകളെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ 3 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അങ്ങനെ നടന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത്, ഇവിടെ എല്ലാ വീടിൻ്റെ മുറ്റത്തേക്കടെ ഇങ്ങനെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് വേസ്റ്റ് സോർട്ട് ചെയ്തിടാനാണ്. പിന്നെ ഇവിടെയൊക്കെ പോസ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പോസ്റ്റുകൾ ഇടുന്ന പോസ്റ്റ് ബോക്സ്. ഇതാണ് ഡസ്റ്റ്ബിന്നുകൾ. ഇതിൻ്റെ അകത്ത് മെറ്റൽ, ഗ്ലാസ്, പിന്നെ ഫുഡിൻ്റെ സെപ്പറേറ്റ്, പേപ്പർ സെപ്പറേറ്റ്, പിന്നെ ചില്ലുകുപ്പികൾ സെപ്പറേറ്റ്, അങ്ങനെ ഓരോ ഇതും മാറ്റി മാറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഈ സാധനമാണ്. ഓരോ ദിവസവും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോ സാധനങ്ങളും കിട്ടുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇതെങ്ങനെയാ ചായ കിട്ടിയത്? അവർ തന്നെ പറഞ്ഞ് പറിക്കാൻ പറഞ്ഞതാ. നല്ല മധുരമുള്ള കറുത്ത മുന്തിരി പോലത്തെ ടേസ്റ്റ്, അടിപൊളിയാണ്.